ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ റോമ ഗ്ലോബ്. ഇന്ന് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗേൾസ് ഓൺലി ട്രിപ്പ് പോണ്ടിച്ചേരിക്ക് പോയാലോ. ഫ്രൈഡേ നൈറ്റ് ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഈ കാണുന്ന ടൂറിസ്റ്റ് ബസ്സിലാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ബസ് നല്ല അടിപൊളിയായിരുന്നു. സൂര്യ കണക്ട് എന്നാണ് പേര്. നല്ല കംഫർട്ടായിട്ടുള്ള ട്രാവലും കാര്യങ്ങളുമായിരുന്നു. രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരി എത്തി. അവിടെ നിന്ന് ഒരു ചെറിയ ട്രാവലറിലാണ് ഞങ്ങളെ ജിപ്മർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചത്. ജിപ്മറിന് ഇറങ്ങിയിട്ട് നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. 9 മണിയായിരുന്നു ടൈം. നമ്മൾ ഹോട്ടലിൽ വിളിച്ചിട്ട് അവരാരും കോളും അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് റോക്ക് ബീച്ചിലോട്ട് പോയി. സൺറൈസ് കാണാമെന്ന് വിചാരിച്ച് പോയത്, പക്ഷേ സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. ടൈം 1 മണിക്കൂർ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് സൺറൈസ് കാണാൻ പറ്റിയില്ല. ബീച്ചിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. മോർണിംഗ് വാക്കിന് വരുന്നവർ, ടൂറിസ്റ്റായിട്ട് വരുന്നവർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഹോട്ടലിൽ വിളിച്ച് കണക്റ്റായി. അവർ 8 മണിക്ക് ചെക്ക് ഇൻ ചെയ്തോളാൻ പറഞ്ഞ് നമ്മൾ 8 മണി വരെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോവുക. ഈ മരം കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹോട്ടലൊന്നും ഇത് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഹോട്ടലിൽ പോയി റെഡിയായി തിരിച്ചിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ഇഡലിയും ദോശയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് കഴിച്ച് നമ്മളവിടെ നിന്നൊരു വണ്ടി എടുത്തിട്ട് നേരെ പോയത് നമ്മുടെ ബസിലിക്ക ഓർ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ചർച്ചിൽ. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഫ്രണ്ട്സ് കോളനിയിൽ നമ്മുടെ സ്ഥിരമുള്ള പരിപാടി ഫോട്ടോഷൂട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് നമ്മുടെ ശ്രീ ഓറോബിന്ദോ ആശ്രമമാണ് നമ്മൾ പോയത്. അവിടെ ക്യാമറ ഫോട്ടോസൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് പുറത്തെ കുറച്ച് വീഡിയോസ് ക്ലിപ്സ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ലൈബ്രറി ടൈപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ പോണ്ടിച്ചേരി മ്യൂസിയമാണ്. അവിടെ കുറച്ച് നേരം നമ്മൾ ഈ പ്രതിമകളൊക്കെ കണ്ട് ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്. അതിൻ്റെ ഉള്ളിലും കുറച്ചധികം പ്രതിമകൾ. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തെ ഫുട്ടേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വീഡിയോസ് ക്ലിപ്സും ഒക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉള്ളിലോട്ട് നമ്മളൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ എടുത്ത് നമ്മൾ നേരെ ഉള്ളിൽ കയറി. ഉള്ളിൽ കുറച്ച് പ്രതിമകളും അവരുടെ വാളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ലഞ്ച് നമ്മുടെ സ്കിപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ മെയിൻ സ്ഥലത്താണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. അത് നമ്മൾ സെക്കൻഡ് പാർട്ടിലായിരിക്കും ഇടുന്നത്. രാവിലെ ഇറങ്ങിയോണ്ടായിരിക്കും നമ്മുടെ 1 മണിയൊക്കെ ആയിട്ട് നമ്മളൊരു 4-5 സ്ഥലം കവർ ചെയ്ത് റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പ്ലേസ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, ക്ലിക്ക് ബെൽ ഐക്കൺ. താങ്ക് യു.